ഹലോ, നമസ്കാരം. നമുക്ക് ഞായറാഴ്ചയായിട്ടൊരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാം. എല്ലാ ദിവസങ്ങളിലും, മിക്ക ദിവസങ്ങളിലും അല്ല, ഞങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷം മിക്ക ദിവസങ്ങളിലും നോൺ വെജിൻ്റെ ബിരിയാണികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അധികമൊന്നും ഇല്ലെങ്കിലും ചിക്കൻ്റെ വെറൈറ്റികൾ, ബീഫിൻ്റെ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അധികം പാചക വീഡിയോകൾ മാത്രമല്ലല്ലോ ഇടുന്നത്. പക്ഷേ ഇന്ന് നമുക്കൊരു വെറൈറ്റി വീഡിയോ കാണിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എവിടെയൊക്കെയോ റീൽസിലൊക്കെയാണ് കണ്ടത്. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ രീതിക്ക് അത് വെക്കാമെന്ന്. അങ്ങനെ നമ്മളതിൻ്റെ പട്ടാ ഗ്രാമ്പുമൊക്കെ ഞാൻ അമ്മച്ചിയെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് കേട്ടോ. നൈമിത്രയുടെ ലോകമാണിത്. അപ്പോൾ അവിടെയാണ് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക എല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഞാൻ അമ്മച്ചിയെ കൊണ്ട് എടുപ്പിക്കുകയാണ്. ഇന്ന് അമ്മച്ചിയാണ് ഇതിൻ്റെ ആൾ. ഞാൻ അമ്മച്ചിയെ കൊണ്ടാണ് എല്ലാ വർക്കും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പനീർ എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലൊരു മസാല പുരട്ടാം. മസാലയ്ക്കായിട്ട് കാശ്മീരി പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. എരിവില്ലാത്തത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി പിടിപ്പിക്കണം. അതിൽ ഗരം മസാലയും കൂടി ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി പൊടി, ഉപ്പ്, വെള്ളം, ഇത്രയും നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഇത്രയും ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ട് നമുക്കിത് പുരട്ടി പൊട്ടിപ്പോവാതെ പുരട്ടണം. 1/2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ ഐറ്റംസൊക്കെ ആണെങ്കിൽ, നോൺ വെജിൻ്റെ വല്ല ഐറ്റംസ് ആണെങ്കിൽ അമ്മയ്ക്ക് കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോഴാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനാണ് ഇതൊക്കെ പുരട്ടുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നു, ഞാൻ അമ്മയ്ക്ക് കൊണ്ട് പുരട്ടുകയാണ് കേട്ടോ. എന്നിട്ട് അത് വെച്ചു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ സവാള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 6-7 സവാള എടുത്ത് അരിഞ്ഞിട്ടുണ്ടേ. അതിൽ നൈസായിട്ട് തന്നെ അരിഞ്ഞു. എന്നിട്ടൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലോട്ട് വെച്ച് പാന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാൻ കേട്ടോ. അതിൽ സവാള പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഈ ബിരിയാണി വയ്ക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റും. വെജ് മാത്രം കഴിക്കുന്നവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. ഇപ്പം നോൺ വെജ് ബിരിയാണിയൊക്കെ കഴിക്കുന്നവർ വിചാരിക്കൂലേ, വെജ് ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഭയങ്കര ടേസ്റ്റി സാധനമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിലും അപ്പുറമാണ്. ഒരു റീൽസ് കണ്ടതാണ്. പക്ഷേ ഞാൻ അത് കണ്ടിട്ട് അതിരുന്നിട്ട് ഞാൻ എടുത്തില്ല. അവർ ചെയ്തതുപോലെ അല്ലാതെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊടി ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വഴന്ന് വരും. ഇത് നന്നായിട്ട് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ ഇങ്ങനെ സവാള ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതിൽ എണ്ണ ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാമേ. അപ്പോൾ ഈ സവാള അല്ലെങ്കിൽ കരിഞ്ഞോ എന്ന് വിചാരിച്ചാൽ ഇതിൽ ഇട്ട് പെട്ടെന്ന് എടുക്കുന്ന കേട്ടോ. നന്നായിട്ട് മൂത്തപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുത്തു, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമുക്ക് ഇനി നമ്മുടെ പനീർ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഓർഡർലി ഓരോന്നോരോന്ന് ചെയ്തു വരുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഓരോന്നോരോന്ന് മുൻകൂട്ടി കണ്ട് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഇത് പനീർ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ വെള്ളം വയ്ക്കുകയാണ്. അരി 3/4 മണിക്കൂർ കുതിർത്ത് ബസ്മതി റൈസാണ് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതിലേക്ക് നമുക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക ഇത്യാദികൾ, ബേ ലീഫ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്ത് വെള്ളം ഇങ്ങനെ വെട്ടി തിളയ്ക്കണം. നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് വെട്ടി തിളയ്ക്കും. സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇടുന്നത്, അരി ഒട്ടി പിടിക്കാതിരിക്കാം കേട്ടോ. വെള്ളത്തെ വെട്ടി തിളച്ചപ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഊറ്റിയെടുക്കാനായതുകൊണ്ടാണ്. വെജിറ്റബിൾസ് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പ് തോന്നുന്ന വിധത്തിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ. കൂടെ വേവുന്ന വീഡിയോയും കൂടി എടുത്തതാണ്. ഇങ്ങനെ തിളയ്ക്കുന്നത്. അടച്ച് തന്നെ വെച്ചിരിക്കുകയായിരുന്നു.
നല്ലപോലെ വെന്തില്ല, 80% വേവിൽ നമ്മൾ കോരി കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് കുഴഞ്ഞു പോയി പണി കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ 80% വേവിൽ ഊറ്റിയെടുത്തു. നല്ല അരിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ബിരിയാണി അല്ലെങ്കിൽ നല്ലൊരു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നല്ലൊരു ഇതുപോലെ ഉള്ള എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് വയ്ക്കുന്നതിൻ്റെ ചോറ് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഊറ്റി കോരി വയ്ക്കുകയാണ്. ഇതിൽ നമ്മൾ ക്യാരറ്റ് അങ്ങനെയുള്ള ഒന്നും ഇടത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് തന്നെ അതൊന്നും വേണ്ട, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യൊക്കെ എത്ര ടേബിൾ സ്പൂൺ വേണം എന്നുള്ളതനുസരിച്ചിട്ടാണ്. നമ്മൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണയും കുറച്ച് മാത്രം നെയ്യും ഒക്കെ ചേർക്കുള്ളൂ കേട്ടോ. കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇതേപോലെ അടുത്ത ഞായറാഴ്ച ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള ബേ ലീഫ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാലയൊക്കെ കറക്റ്റാക്കിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനെ ഒന്ന് കുലുക്കി വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി അല്ല അതിനെക്കാട്ടിലും വെളുത്തുള്ളി, 2-3 പച്ചമുളകും കൂടെ ഇടികല്ല് വെച്ച് ഇടിച്ച് വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ. നല്ല ഇത് അരയ്ക്കരുതേ, വെളിച്ചെണ്ണ കുറച്ചുകൂടി വേണമായിരുന്നേ. ഇത് മിക്സിയിലൊരിക്കലും അരയ്ക്കരുതേ. ഇത് അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 3-4 സവാള നൈസായിട്ട് തന്നെ അരച്ചത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ ഇത് പെട്ടെന്ന് വഴന്നു വരും. വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി തീരും. ഞായറാഴ്ചയൊക്കെ ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഉപ്പിടുകയാണേ, ഞായറാഴ്ചയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വീട്ടിലിരിക്കുന്ന പരസ്പരം ഇപ്പോൾ സഹോദരിമാർ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടാവും. അതിപ്പോൾ ചേട്ടന്മാരല്ലെങ്കിൽ അനിയന്മാരല്ലെങ്കിൽ ബ്രോസ് ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയാക്കില്ല. പക്ഷേ ഈ ചൂട് സമയത്ത് ജോലിക്ക് പോകണ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം പാവങ്ങളാണ് കേട്ടോ. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നന്നായി വഴന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി നമുക്കിതിനെ അടച്ച് വയ്ക്കാം കേട്ടോ. ഇതിനകത്ത് വേറെ പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ലേ. നന്നായിട്ട് വഴന്ന് വരണം. അപ്പോഴാണ് അതിൻ്റെ മസാല റെഡിയാവുന്നത്. അപ്പോൾ നമുക്കിതിനാവശ്യമായ മസാലകൾ ശരിയാക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്രയും എരിവൊക്കെ അത്രയും ചോറിന് വേണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ അതിൻ്റെ ഒരു വേണ്ട ഐറ്റംസ് ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അതൊക്കെ ചെറിയ ചെറിയ അളവുകൾ, 1/2 സ്പൂൺ 1/4 സ്പൂണൊക്കെ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല 1/2 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നേരത്തെ അത് നമ്മൾ പനീർ ഫ്രൈ ആക്കിയപ്പോൾ ഇട്ടല്ലോ. ഇതിൻ്റെ കൂടെ നമ്മൾ പുതിന ചമ്മന്തി ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. മിസ്സായിപ്പോയി. പിന്നെ ഒരു സല്ലാസ് ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചു, അതും മിസ്സായിപ്പോയി. ഒന്നും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വയ്യായ്കയുണ്ട്. പിന്നെ അമ്മച്ചിക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജോലി എളുപ്പമാക്കിയാണ് ചെയ്തത്. പക്ഷേ ഇത് മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രം കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. അതിലേക്ക് നമ്മൾ അതിൻ്റെ ചൂടുവെള്ളത്തിൽ തന്നെ മസാല തയ്യാറാക്കിയതിൽ വെള്ളം വന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് ശരിയാക്കിയെടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളം എടുത്ത് ഒഴിക്കുന്നതോടെ ശ്രദ്ധയ്ക്ക് അത് നമ്മുടെ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ ടേസ്റ്റ് മാറ്റും. പച്ചവെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ മല്ലിയിലയും പുതിനയിലയും നന്നായി കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കറിവേപ്പില നേരത്തെ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ കറിവേപ്പില മിസ്സായിപ്പോയോ എന്തോ, കറിവേപ്പില ഇട്ടായിരുന്നു. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ പനീർ ഇങ്ങനെ പതുക്കെ പൊട്ടിപ്പോവാതെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കും കേട്ടോ. ഹാ അടിപൊളിയായിരുന്നു. ഇത്ര മസാല മതി കേട്ടോ. ഒരു 3 ഗ്ലാസ് അരിക്ക് ഇത്ര മതി. പക്ഷേ പനീർ കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് തോന്നി കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ വേണമായിരുന്നു. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം വെച്ച് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊരു ദമ്മിട്ട് വെക്കണം. നമ്മുടെ ദമ്മിടക്കം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മളുടെ ദമ്മിടക്കം. അപ്പം ഞായറാഴ്ച സ്പെഷ്യലാണിത്. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം അതിൽ നിർത്തിക്കൊണ്ടാണ് ഇടുന്നത് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് നമ്മളിത് ഇങ്ങനെ വെച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചാറതി വെച്ചത് കേട്ടോ. എന്നിട്ട് ഇതേ
അരി ഇടുകയാണ്. അരി അതിലോട്ട് ചോറ് അതിലേക്ക് ഇടുകയാണ്. ചോറിട്ടിട്ട് ഇത് നമുക്കൊരു 5-6 പേർക്ക് 6 പേർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇത് കഴിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സവാള, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിൻ്റെ മുകളിലൊക്കെ ഇടയാണ്. മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മണ്ടയിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ മിസ്സായത്. നെയ്യ് ഒഴിച്ച് അടച്ച് വയ്ക്കും. നെയ്യ് ഒരു ടീസ്പൂൺ നിറയെ എടുത്ത് വിതറിയിട്ട് കുറച്ച് ഇങ്ങനെ നമ്മുടെ പൈനാപ്പിൾ എസൻസും കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അടച്ച് വയ്ക്കും കേട്ടോ. നല്ലതാണോ എന്ന് ചോദിച്ചാൽ പൈനാപ്പിൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാം എളുപ്പത്തിലാക്കിയതാണ്. അടച്ചവിടെ വെച്ചു. എന്നിട്ട് അടുപ്പിൽ നമ്മൾ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ പാത്രം എടുത്ത് വെച്ച് കൊടുത്ത് 15 മിനിറ്റ് അവിടെ ഇരുന്ന് റെഡിയായി. റെഡി ആയതിനു ശേഷം നമ്മൾ തട്ടിയിടുകയാണ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാറായപ്പോൾ തട്ടിയിടുകയാണ് കേട്ടോ. പൊളപ്പനെന്ന് പറഞ്ഞാൽ പൊളപ്പൻ. അരിയൊക്കെ നല്ല വേവായിരുന്നു. അത് വെറുതെ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പറയും നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ പറയല്ലേ എന്ന്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം അറിയാൻ പറ്റും ഇത് സൂപ്പറായിരുന്നോ, ദീജ കള്ളം പറഞ്ഞതാണോ എന്നൊക്കെ. ഭയങ്കര ടേസ്റ്റിയാണ്. ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മസാലയും നല്ല മണവും നല്ല ഗുണവും നല്ല രുചിയും അതായിരുന്നു ഇന്നത്തെ പനീർ ബിരിയാണി. അപ്പോൾ ഈ പനീർ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് ചിക്കൻ അല്ലാതെ മറ്റേ എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കിയത്. വേണ്ടേ പനീർ ബിരിയാണി നല്ല കാണാനൊക്കെ സംഭവം ഗ്രാൻഡാണ്. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഗ്രാൻഡാണ് കേട്ടോ. വെറുതെ പറയുന്നത് അല്ലാതെ പറയണം. ആൾക്കാർ വിചാരിക്കും നമ്മൾ കഴിച്ചിട്ട്. അല്ലല്ല, ഒരിക്കലും അല്ല. ഇത് പനീറാണ്, ഫ്രൈ ചെയ്ത പനീർ. കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറുണ്ട്. സംഭവം ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഓക്കെ, സൂപ്പറാണിത്. എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുക. ഒരുപാട് സ്നേഹത്തോടെ നൈമിത്ര ടീം. ഓക്കെ.